ഞാൻ സ്തംഭിതനായിരിക്കും ഇപ്പൊ. എന്താ പറയാനേ? ഒന്നും പറയാനല്ലേ. അയ്യോ, ആശീർവാദ് കടപ്പുറയായിരുന്നു. ജസ്റ്റ് ഒന്ന് പാത്രം വരാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഷെഫ് സ്റ്റോറീസ്. സോ എൻ്റെ പേര് ഷെബിൻ എന്നാണ്. സോ ഞാൻ മാവേലിക്കര ആലപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഫ്ലോസ് ഉണ്ടാവും, അവോയ്ഡ് ചെയ്യുക, മാറ്റി നിർത്തങ്ങ്. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ തരുന്നതായിരിക്കും. ഞാൻ തരുന്നതായിരിക്കും. സോ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അബിൻ, അവൻ്റെ കൂടെ നമ്മൾ സിനിമ കാണാൻ പോകണം. F1 എന്ന് പറഞ്ഞ മൂവിയാണ് കാണാൻ പോകുന്നത്. സോ അതിൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ അവനെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോവാം. ഓക്കെ. സോ അങ്ങനെ നമ്മളിപ്പോൾ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഇനിയും വരും, താഴെ വരും, എന്നിട്ടാണ് നമ്മൾ പോകുന്നത് സിനിമയ്ക്ക്. നമ്മൾ ഹരിപ്പാടുള്ള എംലാൽ കോംപ്ലക്സിലാണ് പോകുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം എംലാൽ കോംപ്ലക്സിലാണ് പോകുന്നത്. സോ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. സോ എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ ഷെഫ് സ്റ്റോറീസ്. മമ്മി അവിടെ പോവാണ്. മമ്മി, ഇതെന്റെ ആദ്യത്തെ വ്ളോഗ്. മമ്മിക്ക് എന്താ പറയാനുള്ളത്? എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം വരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫസ്റ്റ് വ്ളോഗ്, നിനക്ക് എന്താ പറയാനുള്ളത്? നന്നായി വരട്ടെ. നന്നേ വരാനോ? അത്രേ ഉള്ളു പറയാൻ, വേറൊന്നും പറയാനല്ലോ. ഗൈസ്, ഇവന്റെ പേര് ഷാരോൺ എന്നാണ്. ഇവൻ സെക്കൻഡ് ഇയർ പഠിക്കുക. ഏതാണ് നീ പഠിക്കുന്നത്? ബികോം. അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയിൽ ഇവൻ പഠിക്കുകയാണ്. സോ ഇവൻ ഞാൻ തമ്മിൽ എപ്പോഴും അടിയാ ഗൈസ്, ഇത് പറയാനാ. ഞാൻ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഗൈസ്, നമുക്ക് അഭിനയം കിട്ടിയിരിക്കുകയാണ്. എടാ, എന്താ പറയാനുള്ളത്? എന്റെ ആദ്യത്തെ വീഡിയോ. ഗൈസ്, എല്ലാവരും ഇവന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മതി. അതല്ല, നിനക്ക് എന്താ പറയണ്ടെന്ന് പറ. എന്താ പറയാനുള്ളത്? ഗൈസ്, നമ്മൾ ഇന്ന് മെയിൻ പരിപാടി എന്താ വെച്ചാൽ സിനിമ കാണാൻ പോവാണ്. F1 സിനിമ. ബ്രാഡ് പിറ്റിന്റെ ആണ്. നമ്മുടെ ഫോർമുല 1 റേസിംഗിനെ കുറിച്ചാണ്. അത് കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയുന്നത്. എനിക്ക് ബ്ലോഗിനെ പറ്റി എന്താ പറയാനുള്ളത്? ബ്ലോഗിനെ പറ്റി ഞാൻ സ്തംഭിതനായിരിക്കും ഇപ്പൊ. ഒന്നും പറയില്ല. ഞാൻ അൺസ്പീക്കബിൾ ആണ് ഇപ്പം. ഇതിനെപ്പറ്റി പറയാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോട്ടെ. ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടാ? ആശീർവാദ് എത്തിയിരിക്കുകയാണ്. അയ്യോ, ആശീർവാദ് കടപ്പുറയായിരുന്നു. ഞാൻ ഇൻഡോയിൽ എംലാനിലാണ് പറഞ്ഞ ഒരുപാട് ഇപ്പറേ ഓർത്ത്. സോറി ഗൈസ്, തെറ്റിപ്പോയി. നമ്മൾ കടപ്പുറയിലാണ്, അതും ആശീർവാദിനെ തന്നെയാണ്. പിന്നെ കയറുക. മേള്. പക്ഷെ എന്താടാ, നീ അല്ലാടാ ലാസ്റ്റ് വന്നേ? ഞാനിതിന് മുമ്പെന്തോ വന്ന്. കഴിഞ്ഞ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. സിനിമ കാണാൻ കയറുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പാത്രം വരെ വന്നു. നമ്മളങ്ങനെ സിനിമ കാണാൻ കയറട്ടെ. ബൈ. Since the age of 18, I had no idea how traumatic. നമ്മളെത്തി. എന്താ പറയുന്നത്? എങ്ങനെ, എന്താണ് പ്രതീക്ഷ? എന്താ? പക്കാ ഹൈറ്റാണ്. അപ്പോൾ കണ്ടിട്ടരാം ഗൈസ്. ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ടീംമേറ്റ്സ് തമ്മിലുള്ള റൈവൽറി കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു വേണം ബാക്കി ഫുൾ അങ്ങനെയാന്ന് പറയാൻ വേണ്ടി. എനിക്ക് ഇതുവരെയുള്ള റേസിങ്ങും പ്രത്യേകിച്ച് ആ ഓരോ ക്യാമറ ആംഗിൾസ് എടുത്തിരിക്കുന്ന ഷോട്ട്സ് അടിപൊളിയായിരുന്നു. പിന്നെ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അതെ ഗൈസ്, എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ പടമാണ് അത്. ഞാൻ മൂന്നാമത്തെ ഇംഗ്ലീഷ് പടമാണ് തിയേറ്ററിൽ വന്ന് കാണുന്നത്. അവതാർ, പിന്നെ വേറൊരെണ്ണം, പിന്നെ ഇത്. അല്ലാണ്ട് വേറൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ F1 വന്ന അത്യാവശ്യം നല്ല സിനിമയായിരുന്നു, അടിപൊളിയായിരുന്നു. ഫോർമുല 1 ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലത് ഇഷ്ടപ്പെടും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി സെക്കൻഡ് ഹാഫ് പറയാം. ഓക്കെ. നമ്മൾ കോഫി കുടിക്കാൻ വന്നിരിക്കുകയാണ്. നീ എന്താ പറഞ്ഞു? ഒരു കാപ്പുച്ചിനോയും ഒരു ഹോട്ട് ചോക്ലേറ്റ്. നമ്മൾ വീണ്ടും കയറുകയാണ് ഗൈസ്. ക്യാപ്പച്ചീനോ.
ഹോട്ട് ചോക്ലേറ്റ്. സത്യം പറയാം എനിക്കാണെങ്കിൽ അത്ര പ്രതീക്ഷയില്ലായിരുന്നു. ആ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഉണ്ടായിരുന്നു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറയാൻ സിനിമ നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു അഡ്വർടൈസ്മെന്റ് പക്ഷെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവസാനത്തെ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് എനിക്ക് നല്ലൊരു ഗൂസ്ബംസ് പക്ഷെ കിട്ടിയായിരുന്നു. ബാക്കിയുള്ള റേസസ് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഓക്കെ തോന്നുന്നു. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ജുറാസിക് വേൾഡ് കാണാൻ ഉദ്ദേശിച്ചത് ഞാൻ പെട്ടെന്ന് ഇത് മാറ്റി എഫിലോട്ട് ആക്കിയതാണ്. എനിക്ക് നല്ലോണം എനിക്ക് വർക്കായിരുന്നു സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. चलो यारो तुम्हारी बातें और वो हंसी सजाए दिल में हर खुशी मिलेंगे जब हम खुशी की रीत यादों के संग हंसी की जीत दोस्ती का ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ദിവസമാണ്. നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ കാണാൻ പോയി ഇന്നലെ ആയിരുന്നു. ഇന്നലെ തിരിച്ചു വന്നപ്പോഴേക്ക് ഭയങ്കര മഴയായിപ്പോയി. ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് പെട്ടുപോയ അവസ്ഥയായിരുന്നു. അപ്പം വ്ളോഗ് അവിടെ വെച്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ അടുത്ത ദിവസമായി, അപ്പോൾ നിങ്ങളോടൊന്ന് ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വ്ളോഗ് ഒന്ന് എന്നെ ചെയ്യണ്ടേ ഏത്. അപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് ബ്ലോഗിങ് ഭയങ്കര പാഷനായിരുന്നു പണ്ട് തൊട്ടേ. അപ്പം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങിയത് യൂട്യൂബ് ചാനൽ. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കറിയാം കുറേ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ ഇവിടെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വീഡിയോ എടുക്കുന്നിടയ്ക്ക് മൈക്ക് ഓഫായി പോയി, സൗണ്ട് ഇല്ലായിരുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഭയങ്കര സന്തോഷം. ഇന്നത്തെ കുറേ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവോയ്ഡ് ചെയ്യുക. മുന്നോട്ട് നല്ല നല്ല കണ്ടന്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഗൈസ്, സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമയായിരുന്നു. നമ്മൾ കടപ്പുറ ആശീർവാദ് സിനിപ്ലെക്സിലാണ് പോയി കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഈ റേസിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. എന്തായാലും പോയി കാണാൻ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ബാങ്കർ എന്ന് പറയത്തില്ല, അതുപോലത്തെ മൂവിയാണ്. അപ്പം അതായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷം. പിന്നെന്താ, ഭയങ്കര സന്തോഷം. ഇനിയും ഇതുപോലത്തെ ക്വാളിറ്റി കണ്ടന്റ്സ്, നല്ല നല്ല കണ്ടന്റ്സ് നമ്മൾ ഇടുന്നതാണ്. നല്ല നല്ല വ്ളോഗ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.